നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നാളെ. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യ ചൈന ബന്ധം നിർണായകമെന്ന് മോദി. ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയില്ലെന്ന് NSS. ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടരുതെന്നും സമിതിയിൽ രാഷ്ട്രീയക്കാർ പാടില്ലെന്നും ഉപാധികൾ. ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം. വിമർശനം ശക്തമായതോടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് യോഗക്ഷേമ സഭ. കണ്ണൂർ കീഴറയിലെ സ്ഫോടനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സ്ഫോടനത്തിൽ മരിച്ചത് ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക് പിടിയിൽ. അനൂപിന് കോൺഗ്രസുമായി ബന്ധമെന്ന് CPM-ഉം BJP-യും. അസംബന്ധമെന്ന് കോൺഗ്രസ്. മേൽപ്പാടം തന്നെ അല്പം ലീഡ്. അവർ ചരിത്രം വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. ചരിത്രം തിരുമായൊരു പോരാട്ടം നടക്കുന്നു. ഏത് കളിവെള്ളമാണ്, ഏത് ചുണ്ടനാട് വിജയിക്കുക എന്ന് പറയുവാൻ കഴിയില്ല സുഹൃത്തുക്കളെ. കാരണം ഒരേ രീതിയിൽ തുഴഞ്ഞു വരുന്നു. അല്ല, വളരെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാക്കന്മാരായി വിയപുരം. കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡിൽ കൈവിട്ട നെഹ്റു ട്രോഫി നേടി BBC കൈനക്കരി. പുന്നമട ബ്ലോട്ട് ക്ലബ് തുഴഞ്ഞ നടുഭാഗം 2ാം സ്ഥാനത്ത്. ഇരട്ട ഹാട്രിക് കിരീടം നേടാനാകാതെ പള്ളാത്തുരുത്ത്. ജമ്മു കശ്മീരിൽ വിവിധ മേഖലകളിൽ മേഘവിസ്ഫോടനം. 11 മരണം. 2 വീടുകളും സ്കൂളുകളും ഒലിച്ചുപോയി. റിയാസിയയിൽ മണ്ണിടിച്ചിലിൽ ഒരു കുടുംബത്തിലെ 7 പേർ മരിച്ചു. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ മരണം 6ആയി. ഗംഗാനദിയിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിൽ. വാർത്തകൾ വിശദമായി നോക്കാം. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തും. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നാളെ. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യ ചൈന ബന്ധം നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. 7 വർഷത്തിനു ശേഷം ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിനു ശേഷം ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായ വിള്ളൽ പരിഹരിക്കുന്നതിനുള്ള ചുവടുവയ്പായാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തെ കാണുന്നത്. ഞായറാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ത്യൻ സമയം രാവിലെ 9:30-ക്കാണ് നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇരു നേതാക്കളും വിലയിരുത്തും. അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കുമിടയിലെ ഭിന്നത രൂക്ഷമാകുന്നതിനിടെയാണ് ചൈനീസ് പ്രസിഡന്റുമായുള്ള നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച എന്നതും നിർണായകമാണ്. അമേരിക്കൻ തീരുവ നേരിടാൻ സമുദ്രോൽപ്പന്നങ്ങൾ അടക്കം ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത ഇന്ത്യ കൂടിക്കാഴ്ചയിൽ ആരായുമെന്നാണ് സൂചന. ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും. 1 മണിക്കൂർ ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി US ഇന്ത്യയ്ക്ക് അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയും നിർണായകമാണ്. ചൈന, റഷ്യ, ഇന്ത്യ, ഇറാൻ, പാകിസ്ഥാൻ, ബെലോറസ്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി. US-ന്റെ തീരുവ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചൈന റഷ്യ സഖ്യം ശക്തമാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഉച്ചകോടി എന്നതും ശ്രദ്ധേയമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യൻ നിലപാട് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ ആവർത്തിച്ചേക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുവെന്ന് അംഗീകരിക്കാത്തത് ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് കാരണമെന്ന റിപ്പോർട്ട്. ട്രംപിനെ പാകിസ്ഥാൻ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തുവെങ്കിലും ഇന്ത്യ ആ നിലപാട് അംഗീകരിച്ചില്ല. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സംഘർഷം ഒഴിവാക്കാൻ ബാഹ്യ ശക്തികളൊന്നും ഇടപെട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് രാജ്യം. ഇന്ത്യയിൽ 60,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ജപ്പാൻ. 15ാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിലാണ് തീരുമാനം. വടക്കു കിഴക്കൻ ഏഷ്യ മേഖലകളിലെ ശക്തികളായി മാറുന്നതിന് നിർണായകമായി നയതന്ത്ര ബന്ധം ശക്തമാക്കും. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യ നവീകരണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കാൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായുള്ള ആദ്യ വാർഷിക ഉച്ചകോടിയിൽ തീരുമാനമായി.
ചാന്ദ്രയാൻ 5 ദൗത്യത്തിൽ ജപ്പാനുമായി സഹകരിക്കാനുള്ള നിർണായക കരാറിനും ധാരണയായി. സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ, ശുദ്ധമായ ഊർജ്ജം, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക സുരക്ഷാ സംരംഭം ഇന്ത്യയും ജപ്പാനും പ്രഖ്യാപിച്ചു. പ്രതിരോധശേഷിയുള്ള വിതരണ ശൃംഖലകൾ നിർമ്മിക്കുക, പ്രധാന സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കുക, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. തന്ത്രപ്രധാനമായ വ്യാപാരത്തിനും സാങ്കേതിക സഹകരണത്തിനുമുള്ള തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിന് പ്രവർത്തിക്കാനും മേഖലയിലെ ശക്തി കേന്ദ്രമായി പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് ടോക്കിയോയിൽ ഒരുക്കിയത്. പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം മോദിയുടെ 8ാമത് ഔദ്യോഗിക ജപ്പാൻ സന്ദർശനമാണ് ഇത്. അമേരിക്കയുടെ തീരുവ ഭീഷണിക്കിടെയാണ് ജപ്പാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കണ്ണൂർ കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വീട് വാടകയ്ക്കെടുത്ത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നെന്ന പരാതിയിൽ അലവിൽ സ്വദേശി അനൂപ് മാലിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് സ്ഫോടനത്തിൽ മരിച്ചത്. ഇന്നു പുലർച്ചെ 2 മണിയോടെയാണ് കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചത്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ കാണപ്പെട്ടു. കീഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ 2 പേരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അപകട വിവരമറിഞ്ഞ് കണ്ണപുരം പോലീസും തളിപ്പറമ്പിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഫോടനം നടന്ന വാടക വീട്ടിൽ നിന്നും പൊട്ടാത്ത നാടൻ ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുമരുകളിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തിട്ടുണ്ട്. അനവധി സ്ഫോടന കേസുകളിലെ പ്രതിയായ അനൂപ് മാലിക്കിനെ പ്രതി ചേർത്തു. ഉത്സവങ്ങൾക്ക് പടക്കമെത്തിക്കുന്ന ആളാണ് അനൂപ് മാലിക്. 2009-ലും 2013-ലും 2016-ലും അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന് അനൂപിനെതിരെ കേസുണ്ടായിരുന്നു. അനൂപ് കോൺഗ്രസ് അനുഭാവിയാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരോപിച്ചു. സ്ഫോടനത്തിന് അടിയാവുന്ന വിധത്തിൽ ഒന്നെങ്കിൽ പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ അത് എങ്ങനെയുണ്ടായതാണ്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഇമ്മച്ചുവറാണെന്നുള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. CPM ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. അത് എന്തിനു നിർബന്ധിച്ചോ, ആർക്കാണിത് കൊടുക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്തി അത് ഇനി ഒരു കാരണവശാലും ഇതിപ്പോൾ വ്യാപകമായി കണ്ണൂർ ജില്ലയിൽ നടക്കുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയുള്ള വികസനം സ്വാഗതാർഹമെന്ന NSS. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണെങ്കിൽ നല്ലതെന്നും ഇതിനായി രൂപപ്പെടുന്ന സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തമാകണമെന്നും NSS വ്യക്തമാക്കി. അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം സമിതി. NSSനെതിരെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണമെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച NSS സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ BJP നേതാവ് കുമ്മനം രാജശേഖരൻ NSS ഭക്തരുടെ വികാരത്തെ മാനിക്കണമെന്നും വ്യാപാര താൽപര്യത്തോടെ നടത്തുന്ന എക്സ്പോ പോലെയാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും കുമ്മനം പറഞ്ഞു. മുഖ്യമന്ത്രിക്കും വാസവനും അയ്യപ്പനിൽ വിശ്വാസമുണ്ടോ എന്നും കുമ്മനം ചോദിച്ചു. വിശ്വാസികൾക്കാണ് അയ്യപ്പ സംഗമം നടത്താൻ അവകാശമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അല്ല, എനിക്ക് അദ്ദേഹത്തോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അയ്യപ്പ സംഗമത്തിനെതിരെ അയ്യപ്പന്മാരിലുണ്ടായിരിക്കുന്ന വികാരങ്ങളെ മാനിക്കണം എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ. കരയോഗം പ്രസിഡന്റുമാരുടെ മക്കളും പ്രസിഡന്റുമാരും ഒക്കെ കേസുകളിൽ കുടുങ്ങി ഇന്നും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ ഇത്രയും നാളും വിചാരിച്ചത് ദേവസ്വം മന്ത്രിയായി വിളിച്ചു കൂട്ടുന്നതെന്നാണ്. ഇപ്പോഴാണ് മനസ്സിലായത് ഇത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ ഇത് CPM വിളിച്ചു കൂട്ടുന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും നാളും സെക്രട്ടേറിയറ്റിൽ നിന്നായിരുന്നു ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും കരുനീക്കങ്ങളും നടന്നത് എന്ന് വിചാരിച്ചു. അതല്ല, AKG സെൻറ്ററിൽ നിന്നാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാരിനെതിരെ യോഗക്ഷേമ സഭ. സാമ്പത്തിക ലാഭമാണോ സർക്കാർ ലക്ഷ്യമെന്ന ആശങ്കയെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് സംശയമുള്ളതായും യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. ശബരിമലയെ വീണ്ടും വിവാദമാക്കരുത്. ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ട സ്ഥലമാണ് ശബരിമല. ഭക്തർക്ക് ആശങ്കയുണ്ട്. ഇത് നീക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനും ദേവസ്വം ബോർഡിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്താവന കണ്ടു. ഇത് സ്വാഗതാർഹമാണ്, നല്ല കാര്യമാണ്.
പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാൻ തോന്നുന്നത് ഈ ശബരിമല സംഗമം ഭക്തജനങ്ങളുടെ കേന്ദ്രമാണ് ശബരിമല. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ ഭക്തജനങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാകുന്നതിൽ അതിശയമില്ല. കാരണം ശബരിമല ആചാരങ്ങളെ മനസ്സിലാക്കാതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചോ അന്ന് ശരിക്കും നമ്മൾ കണ്ടതാണ്. റഹിമ എന്താ പിന്നെ ഫാത്തിമയും ബിന്ദു അമ്മിണിയൊക്കെ റഹന ഫാത്തിമയൊക്കെ ശബരിമലയിൽ പോകാനുള്ള സാഹചര്യം അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞു എന്ന് തന്നെ വേണേൽ പറയാം, അവിടെ ശബരിമല എത്തിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ നിലയ്ക്ക് നമുക്കൊക്കെ ആശങ്കയുണ്ട്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയം വെച്ചല്ല ഞങ്ങളൊന്നും പറയുന്നത്. അപ്പോൾ നിലയ്ക്ക് ഇപ്പോൾ ശബരിമല നടക്കുന്ന ഈ പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ഒരു സംശയം തോന്നൽ എന്താ, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മം മലേറിയ പോലെ അപകടകരമാണെന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിനെയും അദ്ദേഹത്തിൻ്റെ അച്ഛനെ MK സ്റ്റാലിനെ തമിഴ്നാട് മുഖ്യമന്ത്രി ഒക്കെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതായിട്ടാണ് കേട്ടത്. അവർ വരുന്നില്ലയോ അല്ലെങ്കിൽ വേറെ മന്ത്രി ഇവിടെ നിന്നൊക്കെ പിന്നീട് വന്ന വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നുന്നതിൽ അതിശയമില്ലല്ലോ. അപ്പം ശബരിമല ആചാരം എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മതമൊന്നും അല്ല പറയുന്നത്, ആർക്കും അവിടെ പോയി തൊഴാം. പക്ഷേ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണം, കൃത്യമായി ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ആചാരം അതാണ്. അപ്പോൾ അതിനൊരിക്കലും മറ്റിതര സഹോദര പ്രസ്ഥാനങ്ങളായ ക്രൈസ്തവനെയും മുസൽമാനെയും തുല്യനീതി ഈ ഹൈന്ദവ സമൂഹത്തിനും കിട്ടേണ്ടതുണ്ട്. കാരണം ഇത് നമ്മൾ കണ്ടതാണ്. പല മന്ത്രിമാരും ശബരിമല തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ഭക്തി ഉണ്ടാഞ്ഞിട്ടാണോ ഇല്ലാന്നിട്ടാണോ എന്നറിയില്ല, രാഷ്ട്രീയ ചിന്ത കൊണ്ടാണോ അവർ തൊഴാൻ കൂട്ടാക്കാതെ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ പവന്റെ വില 1200 രൂപ വർദ്ധിച്ച് 76,960 ഗ്രാമിന് 150 രൂപ വർദ്ധിച്ച് 9620 രൂപയായി. രൂപയുടെ മൂല്യത്തിലുണ്ടായ തകർച്ചയും ആഗോള വിപണിയിലെ വില വർധനവുമാണ് കുതിപ്പിന് പിന്നിൽ. അന്തർദേശീയ വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ട്രോയ് ഔൺസിന് $3447 നിലവാരത്തിലാണ്. വെള്ളി വിലയും റെക്കോർഡിലെത്തി 10 ഗ്രാമിന് 1280 രൂപയായി. ജമ്മു കശ്മീരിലെ റിയാസി, റംബാൻ ജില്ലകളിൽ ഉണ്ടായ മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനത്തിലും 10 പേർ മരിച്ചു. റിയാസിയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നാണ് ഒരു കുടുംബത്തിലെ 7 പേർ മരിച്ചത്. റംബാനിൽ മേഘവിസ്ഫോടനത്തിൽ 3 പേർ മരിച്ചു. റംബാൻ ജില്ലയിലെ രാജ്ഗ്രഹ ഗ്രാമത്തിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. പിന്നാലെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായി. ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജമ്മുവിലെ കത്രയിൽ നിന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ശ്രീനഗർ ജമ്മു ദേശീയപാത അടച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മേഘവിസ്ഫോടനങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ അടിയന്തര കർമ്മ പദ്ധതി രൂപീകരിക്കുന്നതിനായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ജില്ലാ മജിസ്ട്രേറ്റുകളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നടത്തിയ യോഗത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. തകർന്ന ഹൈവേകൾ ഗതാഗത യോഗ്യമാക്കുക, വെള്ളം, വൈദ്യുതി തുടങ്ങിയ അവശ്യ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, ചാർധാം തീർത്ഥാടനത്തിനും ഉത്സവ സീസണിനും ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്ന നിർദ്ദേശവും യോഗത്തിൽ ഉണ്ടായി. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിലാണ് കനത്ത നാശം വിതച്ച മേഘവിസ്ഫോടനമുണ്ടായത്. രുദ്രപ്രയാഗ് ജില്ലയിലെ അളകനന്ദ, മന്ദാകിനി നദികളുടെ സംഗമസ്ഥാനത്ത് ജലനിരപ്പ് തുടർച്ചയായി ഉയരുന്നുണ്ട്. അഴിമതി മൂടിവെക്കാൻ സർക്കാർ പൈങ്കിളി കഥകളിൽ ജനങ്ങളെ കുരുക്കിയിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദുബായിൽ ICL ഫിൻകോർക്ക് സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. PR ഏജൻസികളെ വെച്ചും വ്ളോഗർമാരെ വെച്ചും CPM-ന് വേണ്ടി പ്രചാരണം നടത്തുകയാണ്. ചില മാധ്യമങ്ങൾക്ക് പണം നൽകി പരസ്യമല്ല എന്ന രീതിയിൽ സർക്കാരിന് വേണ്ടി പരസ്യം ചെയ്യുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഒരുപാട് അഴിമതി കഥകളും വന്നു. ഇതുമായി ബന്ധപ്പെട്ട 108 ആംബുലൻസിന്റെ ഒരു 250 കോടി രൂപയുടെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം. ഒരു ടെൻഡറും ഇല്ലാതെ 500 കോടിക്ക് കൊടുത്തത് ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ 200 കോടി 243 കോടി കുറഞ്ഞതിന്റെ കഥകളൊന്നും ഇതൊന്നും ചർച്ച ആവുന്നില്ലല്ലോ. ചർച്ച മുഴുവൻ മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മനഃപൂർവ്വമായിട്ട് CPM-ഉം ഗവൺമെന്റും ശ്രമിക്കുന്നു. ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പം അതൊന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈങ്കിളി കഥകൾ തന്നെ ചുറ്റിത്തിരിഞ്ഞിരിക്കാൻ വേണ്ടി PRD-യുടെ ചെലവിൽ CPM വ്ളോഗർമാരെ വിളിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുകയാണ്, പരസ്യമല്ലാതെ പണം കൊടുക്കുകയാണ്. പല മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് അഡ്വർടൈസ്മെന്റ് അല്ല എന്ന് തോന്നിക്കുന്ന തരത്തിൽ സർക്കാരിന് വേണ്ടി പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
രൂപയുടെ മൂല്യത്തിലുണ്ടായ കനത്ത ഇടിവ് നേട്ടമാക്കാനുള്ള ഓട്ടത്തിലാണ് പ്രവാസികൾ. ഓണക്കാലം കൂടിയായതോടെ കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുന്നതിന്റെ സന്തോഷമുണ്ട് ഗൾഫ് പ്രവാസികൾക്ക്. ഒരു UAE ദിർഹത്തിന് 24.01 രൂപ എന്ന നിലയ്ക്കാണ് വിനിമയം നടന്നത്. മാസശമ്പളം ലഭിക്കുന്ന സമയത്ത് തന്നെ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായത് ഗൾഫ് പ്രവാസികൾക്ക് നേട്ടമായി. ലുലു എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള ധനവിനിമയ സ്ഥാപനങ്ങളിൽ പണം അയക്കാൻ എത്തുന്നവരുടെ തിരക്കാണ്. ഇന്നലെ ഒരു UAE ദിർഹത്തിന് 24 രൂപ 01 പൈസ എന്ന നിലയ്ക്കാണ് വിനിമയം നടന്നത്. 28-ാം തീയതി രാത്രി വരെ 23 രൂപ 85 പൈസ എന്ന നിരക്കിലായിരുന്നു വിനിമയം. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് നിരക്ക് 24 കടന്നത്. ഓണക്കാലമായതിനാൽ നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാൻ സാധിക്കുമെന്നതിന്റെ സന്തോഷത്തിലാണ് പ്രവാസി മലയാളികൾ. ലുലു മണി ഉൾപ്പെടെയുള്ള മൊബൈൽ ആപ്പുകൾ വഴി നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഒരു ഖത്തർ റിയാൽ 24 രൂപ 22 പൈസ, സൗദി റിയാൽ 23 രൂപ 50 പൈസ, ഒമാൻ റിയാൽ 229 രൂപ 34 പൈസ, ബഹ്റൈൻ ദിനാർ 288 രൂപ 52 പൈസ എന്നിങ്ങനെയാണ് വിനിമയം നടന്നത്. അമൃത ന്യൂസ്, ദുബായ്. അമൃത ടിവിയുടെ 20ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ലെറ്റ്സ് ട്രാവൽ ഫുക്കറ്റ് യാത്രയ്ക്കായുള്ള വിജയികളെ തിരഞ്ഞെടുക്കുന്ന ക്യാമ്പയിനുകളും കോൺടെസ്റ്റുകളും നടക്കുകയാണ്. UAEയിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചുമായി സഹകരിച്ച് നടത്തുന്ന അമൃത TV ലെറ്റ്സ് ട്രാവൽ ക്യാമ്പയിനിലെ ആദ്യ വിജയെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം സ്വദേശി സേവ്യർ ജോസഫിനാണ് തായ്ലൻഡിലെ ഫുക്കറ്റിലേക്ക് പറക്കാനുള്ള അവസരം ലഭിച്ചത്. സെപ്റ്റംബർ 24-നാണ് അവതാരകൻ മിഥുൻ രമേശിനൊപ്പം വിവിധ കോൺടെസ്റ്റുകളിലൂടെ തെരഞ്ഞെടുത്ത അമൃത TVയുടെ UAEയിലെ പ്രേക്ഷകർ തായ്ലൻഡിലെ ഫുക്കറ്റിലേക്ക് പറക്കുന്നത്. അമൃത TV ലെറ്റ്സ് ട്രാവൽ എന്ന് പേരിട്ടിരിക്കുന്ന വിനോദയാത്രയുടെ എക്സ്ചേഞ്ച് പാർട്ണർ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ച് ആണ്. ലുലു എക്സ്ചേഞ്ച് ശാഖകളിൽ നിന്നോ ലുലു മണി മൊബൈൽ ആപ്പിൽ നിന്നോ പണം അയക്കുന്നവരിൽ നിന്നുമാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. ക്യാമ്പയിനിൽ പങ്കെടുത്ത് ആദ്യ വിജയിയായത് തിരുവനന്തപുരം വേളി സ്വദേശി സേവ്യർ ജോസഫാണ്. 25 വർഷമായി ഷാർജയിൽ ബിസിനസ് നടത്തുന്ന സേവ്യർ സ്ഥിരമായി ലുലു എക്സ്ചേഞ്ച് വഴിയാണ് പണം നാട്ടിലേക്ക് അയക്കുന്നത്. 25 വർഷമായി ഞാനിവിടെ UAE വിട്ട് ഇന്ത്യയിലോട്ടല്ലാതെ വേറെ ഒരു കൺട്രിയിലോട്ട് ഞാൻ പോയിട്ടില്ല. അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇവിടെ ലുലു എക്സ്ചേഞ്ചിൽ ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ ആ നമ്പർ ഞാനൊരു മെസ്സേജ് ചെയ്തു. ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ലെറ്റ്സ് ട്രാവലിന്റെ ഭാഗമായി ഫുക്കറ്റ് യാത്രയ്ക്കുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. സെപ്റ്റംബർ 3 വരെ ലുലു എക്സ്ചേഞ്ച് ശാഖകളിൽ നിന്നോ ലുലു മണി മൊബൈൽ ആപ്പ് വഴിയോ നാട്ടിലേക്ക് പണം അയച്ചതിന്റെ റെസിപ്റ്റ് അമൃത TVയുടെ വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുന്നവരിൽ നിന്നും ഇനിയും ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കും. ശമ്പള ദിവസങ്ങളായതിനാൽ മികച്ച നിരക്കിനൊപ്പം ഫുക്കറ്റിലേക്ക് പറക്കാനുള്ള അവസരം കൂടി ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണി മൊബൈൽ ആപ്പ് വഴിയോ പണം അയക്കുന്നവർക്ക് ലഭിച്ചേക്കാം. നമ്മുടെ കൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമാവുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇവിടുന്ന് വിൻ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും ട്രാവൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സന്തോഷം. വി ആർ വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ ആൻഡ് ഗോയിങ് അഹെഡ് ഓൾവേസ് ദിസ് റിലേഷൻ സ്റ്റേസ് സ്ട്രോങ്. ലുലു എക്സ്ചേഞ്ച് ഷാർജ ഗ്രാൻഡ് മാളിൽ നടന്ന ചടങ്ങിൽ ലുലു എക്സ്ചേഞ്ച് മീഡിയ മാർക്കറ്റിംഗ് മാനേജർ അസീം ഉമ്മർ, ക്ലസ്റ്റർ ഇൻചാർജ് നിർമ്മല ലോകേഷ്, അമൃത TV മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ഹെഡ് S ശ്രീകുമാർ എന്നിവർ സംബന്ധിച്ചു. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ സ്വദേശി വീടുകളിൽ നിന്നും ഒളിച്ചോടിയ ഗാർഹിക തൊഴിലാളികളെ താമസിപ്പിക്കുകയും ജോലിക്ക് വെക്കുകയും ചെയ്ത ഒരു പൗരത്വരഹിതനെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഒളിച്ചോടിയ ജോലിക്കാരുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ അന്വേഷണം ആരംഭിച്ചത്. ഫ്ളാറ്റിൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ ഫ്ളാറ്റിനുള്ളിൽ കുവൈറ്റ് റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന 10 ഗാർഹിക തൊഴിലാളികളെ കണ്ടെത്തി. ഒളിവിലുള്ള ഈ തൊഴിലാളികളെ ദിവസക്കൂലിക്ക് ജോലിക്കയച്ച് ലാഭം നേടിയിരുന്നതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു. അറസ്റ്റിലായ പ്രതിയെയും പിടികൂടിയ തൊഴിലാളികളെയും തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദിയിലെ പ്രവാസികൾ കഴിഞ്ഞ മാസം നിയമാനുസൃതമായി നാട്ടിലേക്ക് അയച്ച പണത്തിൽ 15.4% വളർച്ച. കഴിഞ്ഞ മാസം 1490 കോടി റിയാലാണ് ബാങ്കുകളും മണി എക്സ്ചേഞ്ചുകളും വഴി പ്രവാസികൾ സ്വദേശങ്ങളിലേക്ക് അയച്ചത്. തുടർച്ചയായി 17ാം മാസമാണ് വിദേശികളുടെ റെമിറ്റൻസിൽ വളർച്ച രേഖപ്പെടുത്തുന്നത് സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. ഈ വർഷം ജൂണിൽ 1380 കോടി റിയാലും കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1290 കോടി റിയാലുമാണ് സൗദിയിലെ പ്രവാസികൾ സ്വദേശത്തേക്ക് അയച്ചത്. കഴിഞ്ഞ മാർച്ചിൽ വിദേശികളുടെ റെമിറ്റൻസ് സർവകാല റെക്കോർഡ് രേഖപ്പെടുത്തിയിരുന്നു. 1550 കോടി റിയാലാണ് മാർച്ചിൽ പ്രവാസികൾ അയച്ചത്. കുവൈറ്റിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുപോയ ഒരു സംഘത്തെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം പിടികൂടി. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെയ്നറുകളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തി. അന്വേഷണത്തിൽ കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരായ ഖാലിദ് മുത്തലഫ് അൽ മുതായിരി, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഒരു സർജനായ മുത്തലഫ്
ഫലാഹ് അൽ മുദൈരി എന്നിവരാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് കണ്ടെത്തി. ഇതോടനുബന്ധിച്ച് ഈജിപ്ഷ്യൻ പൗരനെയും 3 ഇന്ത്യൻ പൗരന്മാരെയും അറസ്റ്റ് ചെയ്തു. കസ്റ്റംസ് രേഖകളിൽ കൃത്രിമം കാണിച്ചാണ് ഇവർ കയറ്റുമതിക്ക് ശ്രമിച്ചത്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായി സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇടത്തരം മുതൽ കനത്ത മഴ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, ആലിപ്പഴം, പൊടിക്കാറ്റ്, മൂടൽമഞ്ഞ് എന്നിവ ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. മഴയും ഇടിമിന്നലും ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ എടുക്കാനും അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും ജാഗ്രത കാണിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുന്നമടയിൽ വിയ്യപുരം ജലരാജാവ്. വാശിയേറിയ നെഹ്റു ട്രോഫി ജലമേളയിൽ വിയ്യപുരം ചുണ്ടന്റേത് പോയ വർഷത്തെ പരാജയത്തിന് മധുര പ്രതികാരം. ഹാട്രിക് വിജയത്തിലേക്ക് തുഴയെറിഞ്ഞ PBCയെ തകർത്തത് ഇഞ്ചോടിഞ്ച് നടന്ന പോരാട്ടത്തിൽ. പുന്നമടയിലെ ഓളപ്പരപ്പിൽ ആവേശത്തിരിളക്കം സമ്മാനിച്ചാണ് ജലമാമാങ്കത്തിന്റെ 71ാമത് സീസൺ അവസാനിച്ചത്. ആ സ്വപ്നതുല്യമായ വെള്ളിക്കപ്പിലേക്ക് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ തുഴയെറിഞ്ഞെത്തിയപ്പോൾ പുന്നമടയിലെ ഇരുകരകളിലും തടിച്ചുകൂടിയ ജലോത്സവ പ്രേമികൾ ആവേശത്തിലാറാടി. രാവിലെ മുതൽ പുന്നമടയിലേക്ക് ജനങ്ങളുടെ വലിയ ഒഴുക്കായിരുന്നു. 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് ശേഷം നെഹ്റു പവലിയനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അധ്യക്ഷനായി. 3:30 ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. 21 ചുണ്ടൻ വള്ളങ്ങളാണ് 6 ഹീറ്റ്സുകളിലായി മാറ്റുരച്ചത്. ഫിനിഷ് ചെയ്യുവാനെടുത്ത സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നടുഭാഗം, മേൽപ്പാടം, നിരണം, വിയ്യപുരം ചുണ്ടനുകൾ ഫൈനലിൽ ഏറ്റുമുട്ടി. 2ാം ഹാട്രിക് ലക്ഷ്യമിട്ടിറങ്ങിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബായിരുന്നു ഫൈനലിലെ മുഖ്യ ആകർഷണം. എന്നാൽ നടുഭാഗത്തിൽ തുഴയെറിഞ്ഞെത്തിയ BBC-യുടെ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞാണ് BBC കൈനഗരിയുടെ വിയ്യപുരം ചുണ്ടൻ സ്വപ്നക്കപ്പിൽ മുത്തമിട്ടത്. വെള്ളാന്തിരിച്ച് തോറ്റ അത് സത്യമാണ്. ഒരു തോൽവിയിലാണ് വിയ്യപുരം വള്ളത്തെ വലിച്ചത്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി മാറ്റങ്ങളുമായിരുന്നു ഇത്തവണത്തെ ജലമേള. ഫിനിഷിംഗ് സംബന്ധിച്ചുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ മിനിറ്റിനും സെക്കൻഡിനും ശേഷം മില്ലി സെക്കൻഡായി നിജപ്പെടുത്തിയായിരുന്നു ഇത്തവണത്തെ മത്സരങ്ങൾ. അതിനാൽ തന്നെ കുറ്റമറ്റ രീതിയിൽ നടന്ന നെഹ്റു ട്രോഫി ജലമേള ജലോത്സവ പ്രേമികൾക്ക് സമ്മാനിച്ചത് പുത്തൻ അനുഭവത്തോടൊപ്പം ഇരട്ടി ആവേശവുമാണ്. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആ വെള്ളിക്കപ്പിൽ വിയ്യപുരം ചുണ്ടൻ മുത്തമിടുമ്പോൾ പുന്നമടയിൽ ആവേശം ഇപ്പോഴും നിലയ്ക്കുന്നില്ല. പുന്നമടയിൽ നിന്നും ടീം അമൃത ന്യൂസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ തീരുവ നയം നിയമവിരുദ്ധമെന്ന് അമേരിക്കൻ അപ്പീൽ കോടതി. തീരുവകൾ നിർണ്ണയിക്കാനുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണെന്ന് കോടതി വ്യക്തമാക്കി. തീരുവയിൽ നിന്നും പിന്നോട്ടില്ലെന്നും കോടതി നിലപാട് പക്ഷാപാതപരമെന്നും ട്രംപ് പ്രതികരിച്ചു. അടിയന്തര സാമ്പത്തിക നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് വിദേശ രാജ്യങ്ങൾക്കുള്ള തീരുവകൾ പ്രഖ്യാപിച്ചത് പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് ഒക്ടോബർ 14 വരെ ട്രംപ് ഭരണകൂടത്തിന് കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ നിലവിലെ തീരുവകൾ തുടരാമെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ ഇന്റർനാഷണൽ എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് തന്റെ തീരുമാനമെന്നാണ് ട്രംപിന്റെ നിലപാട്. പ്രത്യേക സാഹചര്യങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ് ആക്ട്. അപ്പീൽ കോടതി നിലപാട് സ്വീകരിച്ചാൽ രാജ്യം ദുർബലമാകുമെന്നും തീരുവയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കോടതി നിലപാട് പക്ഷപാതപരമെന്നും ട്രംപ് പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കായിക വാർത്തകൾ നോക്കാം. UAE-യിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സമയക്രമം പുനഃക്രമീകരിച്ചു. ആകെയുള്ള 19 മത്സരങ്ങളിൽ 18 എണ്ണവും പ്രാദേശിക സമയം 6:30-ക്കാകും ആരംഭിക്കുക. സെപ്റ്റംബർ 9 മുതലാണ് ഏഷ്യ കപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 28-നാണ് ഫൈനൽ. UAE-യിൽ നടക്കുന്ന ഏഷ്യ കപ്പ് മത്സരങ്ങൾ വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുമെന്നാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഒരു മത്സരം ഒഴികെയുള്ള എല്ലാ മാച്ചുകളും പ്രാദേശിക സമയം 6:30 മണിക്കായിരിക്കും ആരംഭിക്കുകയെന്ന് UAE ക്രിക്കറ്റ് അറിയിച്ചു. സെപ്റ്റംബർ 15 നടക്കുന്ന UAE ഒമാൻ മത്സരമാണ് വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്നത്.
ആദ്യ മത്സരം അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിലും ഫൈനൽ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും നടക്കും. ഫൈനൽ ഉൾപ്പെടെ 11 മാച്ചുകളാണ് ദുബായിൽ നടക്കുന്നത്. ബാക്കിയുള്ള 8 മത്സരങ്ങൾ അബുദാബിയിലാണ്. അതേസമയം ഏഷ്യാ കപ്പിനുള്ള ടിക്കറ്റ് വിൽപ്പനയും ആരംഭിച്ചു. അബുദാബിയിലെ മത്സരങ്ങൾക്ക് 40 ദിർഹം മുതലും ദുബായിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് 50 ദിർഹം മുതലുമാണ് ടിക്കറ്റ് നിരക്ക്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉൾപ്പെടെ 7 മാച്ചുകൾ അടങ്ങുന്ന പാക്കേജ് ടിക്കറ്റ് നിരക്ക് 1400 ദിർഹം മുതലാണ്. ടൂർണമെന്റിനുള്ള ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, UAE, ഒമാൻ എന്നീ രാജ്യങ്ങളും ഗ്രൂപ്പ് ബിയിൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളുമാണ്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീം സെപ്റ്റംബർ 4-ന് ദുബായിലെ ICC അക്കാദമിയിൽ പരിശീലനത്തിനിറങ്ങും. ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യ പാക് പോരാട്ടം സെപ്റ്റംബർ 14-നാണ്. അമൃത ന്യൂസ്, ദുബായ്. കാഫ നേഷൻസ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പുതിയ പരിശീലകൻ ഖാലിദ് ജമീലിന് കീഴിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ഇന്ത്യ ആദ്യ മത്സരത്തിൽ തജിക്കിസ്ഥാനെ തോൽപ്പിച്ചു. 1-2 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 5-ാം മിനിറ്റിൽ അൻവർ അലിയാണ് ഇന്ത്യയെ മുൻപിലെത്തിച്ചത്. 8 മിനിറ്റിനകം സന്ദേശ് ജിങ്കാൻ ഇന്ത്യയുടെ ലീഡ് ഉയർത്തി. ആദ്യ പകുതിയിൽ തന്നെ തജിക്കിസ്ഥാൻ 1 ഗോൾ തിരിച്ചടിച്ചു. മലയാളി താരങ്ങളായ മുഹമ്മദ് ഉവൈസും ആഷിഖ് കരുണിയനും ആദ്യ 11-ൽ ഇടം പിടിച്ചിരുന്നു. ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവായിരുന്നു നായകൻ. സെപ്റ്റംബർ 1-ന് ഇറാനെതിരെയും സെപ്റ്റംബർ 4-ന് അഫ്ഗാനിസ്ഥാനെതിരെയും മത്സരങ്ങളുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.